നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 10 തിങ്കളാഴ്ച സോമപ്രദോഷമാണ്. ഇതിനെ തിങ്കൾ പ്രദോഷം എന്നും അറിയപ്പെടുന്നു. അപൂർവമായി വരുന്ന ഈ പ്രദോഷം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും പൂജിക്കുന്നതിനും വളരെയേറെ ഉത്തമമായ ദിനമാണിത്. ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കേണ്ടത്. ഫെബ്രുവരി 9 രാത്രി 7:25 ത്രയോദശി തിഥി ആരംഭിക്കുന്നത്. ത്രയോദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 10 തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 7 മണിക്കാണ്. എന്നാൽ ചിലയിടങ്ങളിൽ 9 പ്രദോഷമായി ആചരിക്കുന്നുണ്ട്. ശിവപാർവതിമാർ ഏറ്റവുമധികം സന്തോഷിച്ചിരിക്കുന്ന ദിവസമാണിത്. പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ശിവഭഗവാൻ രത്നപീഠത്തിൽ ദേവിയെ ഇരുത്തിക്കൊണ്ട് നൃത്തമാടുന്നു. ഈ സന്ധ്യയിൽ ഈ നൃത്തത്തിന് ബ്രഹ്മാവ് താളമിടുന്നു, വിഷ്ണു ചെണ്ട കൊട്ടുന്നു, സരസ്വതി വീണ വായിക്കുന്നു, അപ്സരസുകളും യക്ഷകിന്നരന്മാരും ശ്രുതിയിടുന്നു, നന്ദികേശൻ മദ്ദളം കൊട്ടുന്നു, നാരദ മഹർഷി പാട്ടുപാടുന്നു, ബ്രഹ്മാവ് താളം പിടിക്കുന്നു, ഇന്ദ്രൻ പുല്ലാങ്കുഴൽ വായിക്കുകയും ലക്ഷ്മി ദേവി ഗാനമാലപിക്കുകയും ചെയ്യുന്നു. ശിവഭൂതഗണങ്ങളും നൃത്തം ചെയ്യുന്നു. ദേവീദേവന്മാരെല്ലാം ഭഗവത് സ്തോത്രങ്ങൾ പാടുകയും യക്ഷകിന്നരന്മാർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ പ്രദോഷവ്രതം സർവദേവ പ്രീതി ലഭിക്കുന്ന ഒന്നാണ്. ഇതാണ് പ്രദോഷവ്രത മാഹാത്മ്യം. ശനിയാഴ്ച പ്രദോഷം വരുന്ന ദിവസത്തെ ശനിപ്രദോഷമെന്നും തിങ്കളാഴ്ച പ്രദോഷം വരുന്ന ദിവസത്തെ തിങ്കൾ പ്രദോഷമെന്നും പറയുന്നു. ഏറെ ഫലസിദ്ധിയുള്ള അന്നേ സന്ധ്യയിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ശിവന്റെയും പാർവതി ദേവിയുടെയും മാത്രമല്ല മറ്റ് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം കൂടി കിട്ടുമെന്നാണ് വിശ്വാസം. 33 ദേവതകളും ശിവസന്നിധിയിൽ സന്നിഹിതരായിട്ടുണ്ടാകും. അതുകൊണ്ടുതന്നെ അന്നേ ദിവസം അവരുടെ കൂടെ അനുഗ്രഹം നമുക്കുണ്ടാകും എന്നാണ് പറയുന്നത്. ഭഗവാൻ ശിവശങ്കരന് അതീവ പ്രാധാന്യമുള്ള ദിനമാണ് എല്ലാ മാസത്തിലെയും പ്രദോഷം. മാസത്തിൽ 2 പ്രദോഷങ്ങൾ വീതമാണ് വരാറുള്ളത്. ഇത്തവണ പ്രദോഷവും ശിവപാർവതി ഭജനത്തിന് പ്രധാനമായ തിങ്കളാഴ്ചയും ഒന്നിച്ചു വരുന്നു. പ്രദോഷ ദിനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സന്ധ്യാസമയത്ത് പ്രദോഷ പൂജ തൊഴുന്നത് അത്യുത്തമമാണ്. ശിവപ്രീതിക്ക് വേണ്ടി എടുക്കുന്ന വ്രതങ്ങൾ പലതുണ്ടെങ്കിലും അവയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രദോഷവ്രതം. സന്താന സൗഭാഗ്യം, ദുഃഖശമനം, ദാരിദ്ര്യനാശനം, ആയുരാരോഗ്യം എന്നിവ ഉണ്ടാകുവാനും ഐശ്വര്യം, കീർത്തി എന്നിവയ്ക്ക് വേണ്ടിയും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പ്രദോഷവ്രതങ്ങളെ കൊണ്ട് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്. മാസത്തിൽ 2 പ്രദോഷവ്രതങ്ങളാണ് വരുന്നത്. ഇതിനെ കറുത്ത പക്ഷത്തിലേത് എന്നും വെളുത്ത പക്ഷത്തിലേത് എന്നും പറയുന്നു. പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ ദശാകാലവും ജാതകദോഷവും മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ കുറയുമെന്നാണ് വിശ്വാസം. പ്രദോഷത്തിന്റെ തലേന്നാൾ ഒരിക്കൽ ഉണ്ണുകയും അതുപോലെ പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. കൂടാതെ സന്ധ്യ സമയത്ത് കഴിവതും വ്രതം ഉള്ളവർ ശിവക്ഷേത്രത്തിൽ പ്രദോഷ പൂജയിലും ദീപാരാധനയിലും പങ്കുകൊള്ളുന്നത് ഉത്തമമാണ്. പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്കുകൊളുത്തി പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് കൂവളമാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യാം. പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും അതിന് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേദ്യച്ചോറ് കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പ്രദോഷകാലം എന്നു പറയുന്നത് പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുന്നതിൻ്റെ സൂചനയായി ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഉദിക്കും വരെ എന്ന് പറയാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രദോഷത്തെ 5 തിരിക്കാം. നിത്യപ്രദോഷം, പക്ഷപ്രദോഷം, മാസപ്രദോഷം, മഹാപ്രദോഷം, പ്രളയപ്രദോഷം എന്നിവയാണവ. നിത്യപ്രദോഷം എന്നാൽ വൈകിട്ട് 5:45 മുതൽ 6:30 മണിക്കുള്ളിലെ സമയം പ്രദോഷങ്ങളെ നിത്യപ്രദോഷമെന്ന് പറയുന്നു. ഈ സമയം ഭവനങ്ങളിൽ സന്ധ്യാദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. പക്ഷപ്രദോഷം ഓരോ മാസവും
കറുത്ത വാവ് മുതൽ 13-ാം ദിവസവും വെളുത്ത വാവ് മുതൽ 13-ാം ദിവസവും വരുന്നത് ത്രയോദശിയാണ്. അന്നാണ് പക്ഷപ്രദോഷം. അന്നേ ദിവസം തന്നെ അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പ് മുതൽ അസ്തമിച്ച് 1.5 മണിക്കൂർ വരെയുള്ള 3 മണിക്കൂറുകളെ പ്രദോഷ സമയമായി കണക്കാക്കുന്നു. മാസപ്രദോഷം. ശുക്ലപക്ഷത്തിൽ വരുന്ന പ്രദോഷമാണ് മാസപ്രദോഷം. ശനിപ്രദോഷം. പരമശിവൻ കാളകൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണ്. ആനന്ദ താണ്ഡവമാടിയ ത്രയോദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം അഥവാ പ്രദോഷ ശനിയാഴ്ച അല്ലെങ്കിൽ ശനിപ്രദോഷം. ഇനി പ്രളയപ്രദോഷം എന്തെന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ വരുന്ന മഹാപ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വണങ്ങിയാൽ 5 വർഷം ശിവക്ഷേത്രത്തിൽ പോയ ഫലം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. തുടർച്ചയായി 2 ശനിപ്രദോഷങ്ങൾ അനുഷ്ഠിച്ചാൽ അർദ്ധനാരീശ്വര പ്രദോഷം എന്നു പറയുന്നു. ഈശ്വരനും ഭഗവതിയും ചേർന്ന് അർദ്ധനാരീശ്വരനായിട്ടുള്ളതിനാൽ വേർപിരിഞ്ഞ ദമ്പതികൾ ഇണങ്ങിച്ചേരുമെന്നും വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്നും നഷ്ടപ്പെട്ട സമ്പാദ്യം മുഴുവൻ കിട്ടുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. പൊതുവെ പ്രദോഷ വഴിപാട് ദോഷങ്ങൾ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജാതകത്തിൽ ഇഷ്ടദേവതയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ആദിത്യനായി വന്നാൽ അവർ പതിവായി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ഐശ്വര്യപ്രദവും കൂടുതൽ ഫലപ്രദവുമായിരിക്കും. പ്രദോഷ സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിവപൂജ നടത്തുകയോ കൂവളമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ കൂവള ഇല കൊണ്ട് അർച്ചന നടത്തുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കൂവളത്തില. മുൻവിളക്ക്, പിൻവിളക്ക്, ധാര എന്നിവയും വളരെയധികം ശ്രേഷ്ഠമാണ്. വളരെയധികം നിഷ്ഠയോടും ചിട്ടയോടും കൂടിയുള്ള വ്രതസമർപ്പണം ഭഗവാനെ അത്യധികം പ്രസാദിപ്പിക്കുന്നു. വ്രതമനുഷ്ഠിച്ച് പകൽ മുഴുവൻ ഭക്തിയോടെ ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളും ശിവപുരാണങ്ങളുമെല്ലാം വായിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതും ഉത്തമമാണ്. ജീവിതത്തിലെ സകല ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിനും ഈ വ്രതം ഉപകരിക്കുന്നു. എന്നാൽ ഈ വ്രതം ഫലേച്ഛ കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ അനുഷ്ഠിക്കുന്നവരും ഏറെയുണ്ട്. ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് വ്രതങ്ങൾ നമ്മെ സഹായിക്കുന്നു. നന്ദി.